നമസ്കാരം. ഓരോ കാലഘട്ടത്തിൽ ഓരോ ജന്മങ്ങൾ ഭൂമിയിൽ വരും. ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ചെറിയ പണി ചെയ്യുന്ന ആളുകൾ മുതൽ വലിയ ജോലി ചെയ്യുന്നവർ വരെ മനുഷ്യർ തന്നെയാണ്. ചിലർക്ക് വലിയ ഭാഗ്യവും അവർ പ്രവാചക തുല്യരായി മാറുകയൊക്കെ ചെയ്യും. ഇപ്പോൾ യേശുദേവൻ്റെ കഥ എടുത്താൽ യേശുദേവൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ദൈവമാണ് എന്ന് പറയുന്നില്ല, ദൈവപുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നാണ് അവരുടെ പ്രാർത്ഥന തന്നെ. നബി തിരുമേനി എടുത്താലും നബി തിരുമേനിമാർ ഒരുപാട് പേര് വന്നു. അതിൽ അവസാനത്തെ നബിയാണ്, തിരുമേനിയാണ്. ഇനി ആരും വരാനില്ല, ഞാൻ പറയുന്നത് കേൾക്കണമെന്നൊക്കെ ഉള്ള നിലയിലേക്കുള്ള അന്ത്യപ്രവാചകനായിട്ടാണ് നബി തിരുമേനിയെ കണക്കാക്കുന്നത്. ഇങ്ങനെ ചരിത്രം. അതുപോലെ കൃഷ്ണൻ വന്നു, പിന്നെ ദശാവതാരങ്ങൾ 10 അവതാരങ്ങൾ വന്നു. ആദ്യം കൂർമ്മം, വരാഹം, മത്സ്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മനുഷ്യനായി, രാമനായി, ബലരാമനായി, കൃഷ്ണനായി, ഇങ്ങനെ അവതാരമൂർത്തികൾ വന്നു. ഇപ്പം അവതാരമൂർത്തികളുടെ കാലമെല്ലാം കഴിഞ്ഞു. അത് ഓരോ യുഗങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനുഷ്യ ജന്മത്തിലുള്ള ഒരുപാട് അവതാരങ്ങൾ വരുന്നു. അങ്ങനെ പലരെയും നമ്മൾ പ്രവാചകരായി കാണുന്നു, ദൈവതുല്യരായി കാണുന്നു. ചിലർ ദൈവം തന്നെ അത് കണക്കാക്കുന്നു, ചിലരെ ഗുരുക്കന്മാരായി കാണുന്നു, ചിലരെ ആചാര്യന്മാരായി കാണുന്നു, ചിലർ ഋഷികളായിട്ട് കാണുന്നു, ചിലരെ സ്വാമിമാരായി കാണുന്നു, ചിലർ സന്യാസിമാരായി കാണുന്നു. ഇങ്ങനെ പല രൂപത്തിലാണ് മനുഷ്യ ജന്മങ്ങളെ നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ ഇരിക്കുന്ന മനുഷ്യരെ നമ്മൾ നാളെ ചിലപ്പോൾ അവരെ ദൈവങ്ങളായിട്ട് തന്നെ ആരാധിക്കും. അത് രാഷ്ട്രീയത്തിലുള്ളവരെ പോലും ആരാധിക്കുന്നു. എം ജി രാമചന്ദ്രൻ്റെയും ജയലളിതയുടെയൊക്കെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവരുണ്ട്. നരേന്ദ്രമോദിക്ക് ക്ഷേത്രമുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരും. പിന്നെ മാതാ അമൃതാനന്ദ അമ്മ പച്ചയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അവരെ ഇപ്പോൾ തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ദൈവതുല്യമായി കണ്ട്, അല്ലെ ദൈവത്തിന്റെ പുത്രിയായി കണ്ടുകൊണ്ട് അവതാര ജീവിതമാണെന്ന് കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ് ആളുകൾ. സത്യസായി ബാബ, ഷിർദി സായിബാബ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കഥയുണ്ട്. ഈ കഥകൾ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ നരേന്ദ്രമോദിയിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. നരേന്ദ്രമോദി വിവാഹം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിന് കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല. അത് ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഭാര്യയുമായി ഉപേക്ഷിച്ചെന്നോ അല്ലെങ്കിൽ മാറി താമസിക്കുന്നോ സെപ്പറേറ്റ് ചെയ്തെന്നോ, എന്തായാലും ഭാര്യ അടുത്തില്ല, മക്കളുമില്ല, കുടുംബജീവിതമില്ല. ആ നരേന്ദ്രമോദി 1990കളിൽ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ രഥയാത്ര നടക്കുമ്പോഴും രാമക്ഷേത്രം പണിയുന്നതിനുള്ള വലിയ സന്നാഹത്തിന് വേണ്ടി നടക്കുമ്പോഴും 1996 തോന്നുന്നു ഡിസംബർ 6 ബാബറി മസ്ജിദ് ഇടിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആക്രമണം നടക്കുന്ന സമയത്തുമൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മളറിയാതെ, നമ്മളാരും ശ്രദ്ധിക്കാതെ ഒരാൾ ഒരുങ്ങുകയായിരുന്നു എന്നുള്ളത് ശരിയാണോ നമുക്കറിയില്ല. എന്തായാലും അത് നരേന്ദ്ര ദാമോദർ മോദി എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദി എന്തായാലും ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയാവുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്താണ് രാമക്ഷേത്രം വരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ധ്വജാരോഹണം നടത്തുന്നു. നേരത്തെ പൂജ നടത്തിയപ്പോഴും വലിയ വിവാദമായി. എന്തായാലും വിവാദം, ഒരു പ്രധാനമന്ത്രി പോയി ഒരു അമ്പലത്തിലെ പൂജ നടത്താവോ? പക്ഷേ പ്രധാന കാർമ്മികനായി നിന്ന് പൂജാരി ചെയ്യേണ്ട എല്ലാ പൂജകളും ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ ഇന്നലെ ധ്വജാരോഹണത്തിന്റെ പ്രധാന വ്യക്തിത്വമായി നിന്നതും ഒരു തന്ത്രി അല്ലെങ്കിൽ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു പോറ്റി അല്ലെങ്കിൽ ഒരു തിരുമേനി ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ചെയ്തത് മോഡിയാണ്. എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് മോഡിയുടെ ജന്മത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു, അതൊരു പ്രധാന കാര്യമാണ്. പ്രധാനമന്ത്രിയായത് ഓക്കെ, അതൊരു പൊളിറ്റിക്സ് ആണ്. ഞാൻ പൊളിറ്റിക്സ് മാറ്റിവെച്ച് നോക്കിയാൽ അദ്ദേഹം ഹിന്ദു മതത്തിൽ ജനിക്കുകയും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും യോഗയും മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന് വലിയ ഓറയുണ്ട്, പ്രസക്തിയുണ്ട്. അദ്ദേഹം ലോകത്ത് ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് ലോകരാജ്യങ്ങളൊക്കെ ആകർഷിക്കുന്നു. ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയിട്ടുള്ള വലിയ ആത്മീയ ആചാര്യന്മാരാണ് ലോകത്തെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസർ. ഇതൊരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിനപ്പുറമുള്ള ഒരു മുഖം കൂടി ഇദ്ദേഹത്തിനുണ്ടോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ധാരാളം ചാനലുകൾ ചെയ്തു വരുന്നത്. അത് ഒരു ദിവ്യത്വത്തിലെ പോലെയല്ല. കാരണം ഇനി ഒരു ചാൻസ് കൂടി അദ്ദേഹം മത്സരിക്കുമോ എന്ന് തന്നെ തോന്നുന്നില്ല. കാരണം ഇത് അദ്ദേഹത്തിന്റെ അവസാന പ്രായത്തിന്റെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ 3 തവണയായി. അതുകൊണ്ട് ഇനി നരേന്ദ്രമോദി മത്സരിക്കുമോ എന്ന് തന്നെ അറിയില്ല. മത്സരിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? സന്യാസിയായി പോകുമോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഗുഹയിലൊക്കെ പോയിരുന്ന് യോഗയും സന്യാസമൊക്കെ ചെയ്യുന്ന ആളാണ്. സന്യാസമല്ല, അങ്ങനെയൊക്കെ ധ്യാനവും വ്രതത്തിലൊക്കെ പോകുന്ന ആളാണ്. ആ നിലയിലേക്ക് മാറുമോ? ഒരു ദിവ്യത്വമുള്ള ഒരു പ്രവാചക തുല്യനായി ജനിച്ച ആളാണോ? കാരണം മറ്റൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറയാറുമില്ല. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരുപാട് പറയാറില്ല. വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒരുപാട് ആക്ഷൻ നടത്തുന്ന ആളാണ്. ആക്ഷൻ മീൻസ് കർമ്മങ്ങൾ ചെയ്യുന്ന, പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ്. ശരി തെറ്റുകൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യട്ടെ. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളും ആക്ഷനും ഒക്കെ ശരിയാണോ തെറ്റാണോ, അത് രാഷ്ട്രത്തെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ലേബർ കോഡ് കൊണ്ടുവന്നു, ഏകീകൃത യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചിന്തിക്കുന്നു. 370 കാശ്മീരിൽ എടുത്തു കളഞ്ഞു, മുത്തലാഖ് നിയമം എടുത്തു കളഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്ത് പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഇതൊക്കെ ചെയ്ത് ശരിയാണോ?
തെറ്റാണോ? അതിന്റെ ചർച്ച വേറെ നടക്കട്ടെ. അത് നമ്മളൊരു ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പർവ്യൂവിൽ വരുന്നതല്ല. നമ്മൾ ഓരോ വീഡിയോ ഓരോ കാര്യം പർപ്പസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ചിന്ത, അദ്ദേഹം ഒരു പ്രവാചക തുല്യനായി മാറുകയാണോ? ഇന്ത്യയിൽ പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിൽ രാമനേക്കാൾ പ്രസക്തി കിട്ടുന്ന നിലയിലേക്ക്, രാമനേക്കാൾ പേരും പ്രശസ്തി കിട്ടുന്ന നിലയിലേക്കുള്ള പബ്ലിസിറ്റി മോഡിക്ക് കിട്ടുന്നുണ്ട്. കാരണം അവിടെ അദ്ദേഹം അത് പൂജ നടത്തുന്നതും അദ്ദേഹം അവിടുത്തെ കാർമ്മികത്വം ചെയ്യുന്നതും മുഖ്യ പരികർമ്മിയായി മാറുന്നതും ഒക്കെ വലിയ സംഭവമാണ്. ഒരു മനുഷ്യ ജന്മത്തിന് അങ്ങനെ എളുപ്പത്തിൽ കഴിയുന്നതല്ല. എത്രയോ പ്രധാനമന്ത്രിമാരുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, അവർക്കൊന്നും അങ്ങനെ എളുപ്പത്തിൽ കഴിയുന്നതല്ല. ആരും പോവുകയും ഇല്ലായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതിലൊക്കെ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ പോയി ഇത് പൂജ ചെയ്യാനും ഈ കാർമ്മികത്വം വഹിക്കാനും ധ്വജാരോഹണത്തിന്റെ മുഖ്യ താന്ത്രിക സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാനും നേരത്തെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ പൂജ നടത്താനും ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ ആ ഒരു ജന്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ജീവനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ BJP RSS അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രി അതവിടെ നിൽക്കട്ടെ, ഗുജറാത്ത് മുഖ്യമന്ത്രി അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ ഈ ചർച്ചയിൽ വരുന്നൊരു വിഷയമല്ല. ഇപ്പം നമ്മുടെ ചിന്തയിലുള്ള ഒരു വിഷയം. ഓരോ വിഷയം അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നാളത്തെ ചരിത്രം എന്തായിരിക്കും നരേന്ദ്രമോദി അറിയുന്നത്? അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ടാണോ, ദൈവമായിട്ടാണോ, അതോ ഒരു പ്രധാനമന്ത്രി മാത്രമായിട്ടാണോ? അതോ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ആ ഗുജറാത്ത് കലാപവുമായി ബന്ധം, അതിന്റെ പേരിലാണോ അറിയപ്പെടുക? അതോ അത് മാറി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്ത കാര്യങ്ങൾ നന്മയും തിന്മയും ഒക്കെയുള്ള അറിയുമോ? അതിനപ്പുറമുള്ള ഒരു പ്രവാചകനായി നരേന്ദ്രമോദി ലോകത്ത് അറിയപ്പെടുമോ? ഒരു ദൈവതുല്യം എന്ന് പറയാൻ പറ്റുമല്ലോ. ദൈവം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ദൈവതുല്യമായി അറിയാൻ കഴിയുമോ? ഇനി ഒരുപക്ഷെ നാളെ വ്യാപകമായി മോഡിയുടെ ക്ഷേത്രങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ പലയിടത്തും വന്നാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു ദിവ്യത്വത്തിലേക്ക് നരേന്ദ്രമോദി മാറിയോ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു നിലയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സമകാലികമായ രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആത്മീയ രംഗത്തുള്ളവരുടെ ചർച്ച. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിലായാലും അമ്പലത്തിലായാലും പള്ളിയിലായാലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്ന ആളുകൾ വലിയ കൗതുകമാണ് മറ്റുള്ള മനുഷ്യർക്ക്. അങ്ങനെ ഒരു കൗതുകം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജന്മം, ഒരു ജീവിതം, ഒരു ജീവൻ ആണോ നരേന്ദ്രമോദി എന്നുള്ള ചർച്ചയും വളരെ സജീവമായി നമ്മൾ പബ്ലിക് സ്പിയറിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. മോഡി പ്രവാചകനാണോ, ദൈവമാണോ, ദൈവപുത്രനാണോ, ദൈവതുല്യമാണോ, അതോ പ്രധാനമന്ത്രി മാത്രമാണോ?